ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം. ക്വസ്റ്റ്യൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളാണ് ഓൾറെഡി കവർ ചെയ്തു പോയത്. ഇനി അടുത്ത ഭാഗം നോക്കാം. WH വേർഡ്സ്. വാട്ട് എന്ത്, വേർ എവിടെ, ഹു ആര്, വൈ എന്തുകൊണ്ട്, വെൻ എപ്പോൾ, വിച്ച് ഏത്, ഹൂം ആര്, ഹൂസ് ആരുടെ, ഹൗ എങ്ങനെ, വാട്ട്. ഹിസ് നെയിം ഈസ് റയാൻ. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ പേര് എന്താണ്? വാട്ട് ഈസ് ഹിസ് നെയിം, വാട്ട് ഈസ് ഹിസ് നെയിം. അവൻ്റെ ജോലി എന്താണ്? വാട്ട് ഈസ് ഹിസ് ജോബ്, വാട്ട് ഈസ് ഹിസ് ജോബ്. രാകേഷ് ഈറ്റ്സ് പൊറോട്ട. രാകേഷ് പൊറോട്ട കഴിക്കാറുണ്ട്. രാകേഷ് എന്താണ് കഴിക്കാറുള്ളത് എന്ന് എങ്ങനെ ചോദിക്കാം? വാട്ട് ആണ്. വാട്ട് ഡസ് രാകേഷ് ഈറ്റ്. ഇവിടെ വാട്ട് കൂടാതെ, വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് കൂടാതെ ഡസ് കൂടി ചേർത്താൽ മാത്രമേ ക്വസ്റ്റ്യൻ മീനിങ് ഫുൾ ആകുകയുള്ളൂ. വാട്ട് ഡസ് രാകേഷ് ഈറ്റ്. രാകേഷ് പൊറോട്ട കഴിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡസ് രാകേഷ് ഈറ്റ് പൊറോട്ട. ഇത് ഡസിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. രാകേഷ് എയ്റ്റ് പൊറോട്ട. ഇവിടെ കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാകേഷ് എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കുന്നതിനായിട്ട് വാട്ട് ഓൾറെഡി കഴിച്ച കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പാസ്റ്റിലാണ്. ഡസിന് പകരം ഡിഡ് വരും. വാട്ട് ഡിഡ് രാകേഷ് ഈറ്റ്. വാട്ട് ഡിഡ് രാകേഷ് എയ്റ്റ് എന്ന് വരില്ല. ഡിഡിന് ശേഷം V1 മാത്രമേ വരികയുള്ളൂ. വേർ. അവൻ എവിടെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സിംഗുലർ ആണ്, പ്രസന്റ് ടെൻസിലാണ്. സോ വേർ ഈസ് ഹി. ഈസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈസിന്റെ മീനിങ് കൂടുതൽ പഠിച്ചതാണ്. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ പറയാനായിട്ട് ഈസ് ആണ് പ്രസന്റ് ടെൻസിൽ സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. സോ വേർ ഈസ് ഹി. അവർ എവിടെയാണ്. പ്ലൂറലാണ്. അപ്പോൾ എങ്ങനെ വരും? അവർ. വേർ ഈസിന് പകരം ആർ. വേർ ആർ ദേ. അവർ പാർക്കിൽ പോകാറുണ്ട്. ദേ ഗോ ടു പാർക്ക്. ദേ യൂഷ്വലി ഗോ ടു പാർക്ക്. അവർ സാധാരണ പാർക്കിൽ പോകാറുണ്ട് എന്ന് പറയുന്നതിനാണ് ദേ ഗോ ടു പാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അവർ എവിടെയാണ് പോകാറുള്ളത്. വേർ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. വേർ ഡുവോ ഡസോ വേണം ഇവിടെ. ദേ ആയതുകൊണ്ട് ഡു. വേർ ഡു ദേ ഗോ. വേർ ഡു ദേ ഗോ. അവർ പാർക്കിൽ പോയി. ദേ വെന്റ്. പോയി എന്നാണ്. ദേ വെന്റ് ടു പാർക്ക്. അവർ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കും? വേർ വെന്റ്. വെന്റിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് പ്ലസ് ഗോ ആണ്. സോ ഡിഡ് അവിടെ എടുക്കാം. വേർ ഡിഡ് ദേ വെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേർ ഡിഡ് ദേ ഗോ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഡിഡിന് ശേഷം വെർബിന് V1 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. റയാൻ എവിടെ പോയി. വേർ. പോയി ഓൾറെഡി കഴിഞ്ഞാണ്, പാസ്റ്റിലാണ്. ഷുഡ് യൂസ് ഡിഡ്. വേർ ഡിഡ് റയാൻ V1 ഫോം ഗോ. വേർ ഡിഡ് റയാൻ ഗോ. നെക്സ്റ്റ് വൺ ഹു. നിങ്ങൾ ആരാണ്. ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. ഹു ആർ യു. ഹു ആർ യു. അത് ആരാണ്. അത് എന്ന് മീനിങ് വരുന്ന വേർഡാണ് ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ്. ഹു ഈസ് ഇറ്റ്. ഹു ഈസ് ഇറ്റ് അല്ലെങ്കിൽ ഹു ഈസ് ദാറ്റ്. അവൻ ആരാണ്. ഹു ഈസ് അവൻ. ഹി. ഹു ഈസ് ഹി. ആരാണ് ഈ ബുക്ക് എഴുതിയത്. എഴുതി എന്നുള്ള വേർഡ് ഏതാണ്? എഴുതുക, റൈറ്റ്. എഴുതി റോട്ട്. ഹു റോട്ട് ദിസ് ബുക്ക്. അത് ആരാണ് പറഞ്ഞത്. ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. പറഞ്ഞു എന്നുള്ളത് സേ. പാസ്റ്റ് ടെൻസ് സെഡ്. ഹു സെഡ് ദാറ്റ്. ഹു സെഡ് ദാറ്റ്. ആരാണ് ഗെയിം ജയിച്ചത്. ഗെയിം തന്നെ. ജയിച്ചത്. ജയിക്കുക വിൻ. വിന്നാണ്. വിന്നിന്റെ പാസ്റ്റ് ടെൻസ് വൺ. സോ ഹു വൺ ദ ഗെയിം. ഹു വൺ ദ ഗെയിം. ആരാണ് ഈ പ്രൈസ് സ്പോൺസർ ചെയ്തത്. സ്പോൺസർ ചെയ്യുക പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് സ്പോൺസേർഡ് എന്ന് വരും. ഹു സ്പോൺസേർഡ് ദിസ് പ്രൈസ്. വൈ. നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത്. നിങ്ങൾ എന്തിനാണ്. എന്ത് എന്നുള്ള വേർഡാണ് വൈ. നിങ്ങൾ. യു. വൈ ഡു യു ലൈ എന്ന് പറയാം.
ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് ദ സ്കൈ ബ്ലൂ? വൈ ഈസ് ദ സ്കൈ ബ്ലൂ? നിങ്ങൾക്ക് ഇത്ര സന്തോഷം തോന്നാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇത്ര സന്തോഷം തോന്നാൻ കാരണം എന്താണ്? വൈ ആർ യു സോ ഹാപ്പി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം എന്ന് ചോദിക്കാൻ വൈ ആർ യു ഹാപ്പി? അവൻ എന്തിനാണ് അവളെ വെറുക്കുന്നത്? അവൻ വൈ ഹി അവൻ എന്തിനാണ് അവളെ വെറുക്കുന്നത്? വെറുക്കുക എന്നുള്ള വേർഡ് ഹേറ്റ്. വൈ ഹി ഹേറ്റ് അവളെ, ഹെർ. വൈ ഹി ഹേറ്റ് ഹെർ. വൈ ഹി ഹേറ്റ് ഹെർ എന്നെഴുതിയാൽ ക്വസ്റ്റ്യൻ ഫുൾ ആകുന്നില്ല. എന്തുകൊണ്ടാണ്? ഡസ് എന്ന ഒരു വേർഡ്, ഡസ് എന്ന ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ സഹായം വേണ്ടി വരുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമാകുകയുള്ളൂ. സോ വൈ ഡസ് ഹി ഹേറ്റ് ഹെർ എന്ന് പറയണം. എന്തുകൊണ്ടാണ് നിനക്ക് കോഫി ഇഷ്ടം? എന്തുകൊണ്ടാണ്? വൈ ഡു യു ലൈക്ക് കോഫി? നിനക്ക് എന്തുകൊണ്ടാണ് കോഫി ഇഷ്ടം എന്ന് ചോദിക്കുന്നതിനായി വൈ ഡു യു ലൈക്ക് കോഫി? വെൻ അവർ അവിടെ എപ്പോഴാണ് പോകാറുള്ളത്? ഇപ്പോൾ എന്നുള്ള വേർഡ് വെൻ ആണ്. വെൻ പോകാറുള്ളത്. യൂഷ്വൽ ഒരു ഹാബിച്വൽ ആക്ഷൻ കാര്യങ്ങൾ പറയാനായിട്ട് ഡു ഉപയോഗിച്ച് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെൻ ഡു അവർ ദേ, വെൻ ഡു ദേ ഗോ, വെൻ ഡു ദേ ഗോ there, വെൻ ഡു ദേ ഗോ there. അവർ അവിടെ എപ്പോഴാണ് പോയത്? ഓൾറെഡി ഇത് പാസ്റ്റിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ഡു യു എന്നുള്ള സ്ഥാനത്ത്, ഡൂവിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഡൂവിന്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്. വെൻ ഡിഡ് ദേ ഗോ there, വെൻ ഡിഡ് ദേ ഗോ there. അവൻ അവിടെ എപ്പോഴാണ് പോകാറുള്ളത്? പോകാറുള്ളത് എന്നാണ്. അപ്പോൾ ഡുവോ ഡസോ വരും. ഹി ആയതുകൊണ്ട് അവൻ എന്നുള്ളത് ഹി സിംഗുലർ ആയതുകൊണ്ട് വെൻ ഡസ് ഹി യൂഷ്വലി ഗോ there എന്ന് വരും. അവൻ അവിടെ എപ്പോഴാണ് പോയത്? ഇത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ എങ്ങനെ വരും? വെൻ ഡിഡ് വരും. വെൻ ഡിഡ് ഹി വെന്റ് there എന്ന് വരുമോ? ഇല്ല. വെൻ ഡിഡ് ഹി വെന്റ് there എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഡിഡിന് ശേഷം V1 ഫോം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തത് വിച്ച്. നിങ്ങൾക്ക് ഏത് നിറമാണ് ഇഷ്ടം? വിച്ച് കളർ. വിച്ച് കളർ ഡു യു ലൈക്ക്? വിച്ച് കളർ ഡു യു ലൈക്ക്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ഇഷ്ടപ്പെട്ട എന്നുള്ള വേർഡ് ഫേവറേറ്റ് എന്ന് പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് ആണ്. ഈസ് യുവർ ഫേവറേറ്റ് കളർ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം, ടൂറിസ്റ്റ് പ്ലേസ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, യുവർ ഫേവറേറ്റ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ? അവൻ്റെ ക്ലാസ് ഏതാണ്? അവൻ്റെ എന്ന് ചോദിക്കാൻ ഹിസ് ഉപയോഗിക്കാം. ക്ലാസ് ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് ആണ്. അപ്പോൾ എങ്ങനെ വരും? വിച്ച് ഈസ് ഹിസ് ക്ലാസ്? വിച്ച് ഈസ് ഹിസ് ക്ലാസ്? ഹൂം എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ ആരോട് എന്നൊക്കെയാണ്. നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്? ഇത് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇവിടെ ഡിഡ് ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് ഹൂം ആണ്. ഹൂം ഡിഡ് യു സ്പോക്ക് അല്ല, ഹൂം ഡിഡ് യു സ്പീക്ക്? ഹൂം ഡിഡ് യു സ്പീക്ക് ടു? ആ സ്ത്രീ ആരെയാണ് പിന്തുടരുന്നത്? പിന്തുടരുക എന്ന് പറയുന്നതിനായിട്ട് ചേസിങ് എന്ന വേർഡ് ഉപയോഗിക്കാം. ചേസിങ് ദാറ്റ് വുമൺ. ഹൂം ആണ് ക്വസ്റ്റ്യൻ വേർഡ്. ഹൂം ഈസ് ദാറ്റ് വുമൺ ചേസിങ്? നിങ്ങൾ ആരെയാണ് വിളിച്ചത്? ഹൂം. ആരാണ് വിളിച്ചത് എന്നാണ് ഹൂം. അപ്പോൾ ഡിഡ് വരും. ഹൂം ഡിഡ് യു കോൾ? നിങ്ങൾ ആരെ ആണ് വിളിച്ചത്? ഹൂം ഡിഡ് യു കോൾ? അവർ ആരെയാണ് ക്ഷണിച്ചത്? ഓൾറെഡി പാസ്റ്റ് ആണ്. ഇൻവൈറ്റഡ് എന്ന് വരും.
ഇൻവൈറ്റഡ് ആണ്. ക്വസ്റ്റ്യനിൽ ഡിഡ് വരും, ഇൻവൈറ്റും വരും. ഹൂം ഡിഡ് ദേ ഇൻവൈറ്റ്? അവൾ ആരെയാണ് സഹായിച്ചത്? ഇതും പാസ്റ്റ് ടെൻസിലാണ്. ഹൂം ഡിഡ് ഷീ സഹായിക്കുക, ഹെൽപ്പ്. ഹൂം ഡിഡ് ഷീ ഹെൽപ്പ്. അടുത്ത് ഹൂസ്. ഹൂസ് മീൻസ് ആരുടെ എന്നാണ്. അത് ആരുടെ കാറാണ്? ഹൂസ് കാർ. ഹൂസ് കാർ എന്ന് വരും. ഹൂസ് കാർ ഈസ് ദാറ്റ്? അത് ഒരു കാറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. ഹൂസ് കാർ ഈസ് ദാറ്റ്? ഇത് ആരുടെ ബുക്കാണ്? ദിസ് വരും. ദിസ് ഹൂസ് തന്നെയാണ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇനി അല്ലെങ്കിൽ അടുത്തത് ആരുടെ ഊഴമാണ് എന്നിങ്ങനെ ചോദിക്കാം. ടേൺ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ടേൺ എന്നൊക്കെ പറയുമല്ലോ. ഹൂസ് ടേൺ ഈസ് നെക്സ്റ്റ്? ഹൂസ് ടേൺ ഈസ് നെക്സ്റ്റ്? അത് ആരുടെ ഐഡിയ ആയിരുന്നു? ആയിരുന്നു എന്നതിനാൽ വാസ്. ഹൂസ് ഐഡിയ വാസ് ദാറ്റ്? ആരുടെ ഫോൺ ആണ് റിംഗ് ചെയ്യുന്നത്? ഹൂസ് ഫോൺ ഈസ് റിംഗിങ്? അതിപ്പം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ING ഫോം വന്നത്. ഹൂസ് ഫോൺ ഈസ് റിംഗിങ്? ആരുടെ ഡോഗാണ് ബാർക്ക് ചെയ്യുന്നത്? ഇവിടെയും പ്രസന്റ് ടെൻസിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ബാർക്കിംഗ് എന്ന് വരും. ഹൂസ് ഡോഗ് ഈസ് ബാർക്കിംഗ്? നെക്സ്റ്റ് ഹൗ. നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വെരി ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ആർ യു? റയാൻ ഓഫീസിൽ പോകാറുള്ളത് ബസ്സിനാണ്. റയാൻ ഗോ ടു ഓഫീസ് ബൈ ബസ്. അപ്പോൾ റയാൻ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നതെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ആണ് ക്വസ്റ്റ്യൻ വേർഡ് എന്നറിയാം. ഹൗ യൂഷ്വലി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഹൗ ഡസ് റയാൻ ഗോ ടു ഓഫീസ്? ഹൗ ഡസ് റയാൻ ഗോ ടു ഓഫീസ്? റയാൻ ഓഫീസിൽ പോയത് ബസ്സിനാണ്. റയാൻ വെന്റ് ടു ഓഫീസ് ബൈ ബസ്. റയാൻ എങ്ങനെയാണ് ഓഫീസിൽ പോയത്? പോയത് എന്നാണ്. ഓൾറെഡി പോയ കാര്യമാണ്. പാസ്റ്റിൽ ആണ്. ഇവിടെ ഏത് വേർഡ് വരണം? ഹൗവും ഡിഡും വരണം. ഹൗ ഡിഡ് റയാൻ ഗോ ടു ദി ഓഫീസ്? താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. WH വേർഡ്സ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.